അല്ലാഹു അക്ബർ. രാവിലെ 7:30 തിരുവനന്തപുരം ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലെ ഈദ്ഗാഹ്. പാളയം ഇമാം VP സുഹൈബ് മൗലവി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ലഹരിയും അക്രമവും സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഇമാം പെരുന്നാൾ ദിന സന്ദേശത്തിൽ പറഞ്ഞു. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഇസ്ലാമിക സമൂഹം മുൻപന്തിയിൽ നിൽക്കണം. കൗമാര യൗവനങ്ങളിൽ അക്രമവാസന വ്യാപകമാകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സമൂഹത്തിന്റെ സമാധാനത്തിന് വിഘാതം തട്ടിക്കുന്ന രീതിയിൽ ലഹരിയും അക്രമവുമെല്ലാം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ലഹരിക്കെതിരെ നമ്മുടെ ഭരണകൂടങ്ങളും മാധ്യമങ്ങളുമെല്ലാം ശക്തമായ ക്യാമ്പയിനുമായിട്ട് രംഗത്ത് വന്ന സാഹചര്യം കൂടിയാണ്. ഈ ക്യാമ്പയിനുകളെയെല്ലാം പിന്തുണക്കാൻ ഇസ്ലാമിക സമൂഹത്തിന് ബാധ്യതയുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ നന്മയുടെയും സൂക്ഷ്മതയുടെയും കാര്യത്തിൽ എല്ലാവരുമായും സഹകരിക്കണം. കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ആളുകളോട് സഹകരിക്കരുത്. ശത്രുതയുടെയും കുറ്റകൃത്യങ്ങളുടെയും കാര്യത്തിൽ ആരുമായും സഹകരിക്കരുത്. പക്ഷേ നന്മയുടെയും പുണ്യത്തിന്റെയും സൂക്ഷ്മതയുടെയും കാര്യത്തിൽ എല്ലാവരുമായും സഹകരിക്കണം എന്നുള്ളതാണ് സഹോദരങ്ങളെ. ലഹരി വിരുദ്ധ പ്രചാരണങ്ങളിൽ വിശ്വാസി സമൂഹം മുൻപന്തിയിൽ തന്നെ നിൽക്കണം എന്നുള്ളതാണ്. വഖഫ് നിയമ ഭേദഗതി ചെയ്യാനുള്ള നീക്കങ്ങൾ തകൃതിയായി നടക്കുന്നു. ഭൗതികമായ ഏതെങ്കിലും താല്പര്യത്തിന് വേണ്ടിയല്ല ആളുകൾ വഖഫ് അനുവദിക്കുന്നത്. വഖഫ് എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ ധനമാണെന്നും രാജ്യത്തിന്റെ മതനിരപേക്ഷ മനസ്സുള്ളവർ ബില്ലിനെതിരെ യോജിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിശ്ചയം അല്ലാഹുവിന്റെ പള്ളികളെ പരിപാലിക്കേണ്ടത്, വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യേണ്ടത് അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരും അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നവരും നമസ്കരിക്കുന്നവരും അതുപോലെ തന്നെ സകാത്ത് കൊടുക്കുന്നവരും അല്ലാഹുവിനെ മാത്രം ഭയപ്പെടുന്നവരുമായ ആളുകളാണ്. അവരാണ് വഖഫ് സ്വത്തിനെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് വളരെ കൃത്യമായിട്ട് വിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള സംഗതിയാണ്. ഒരു യുദ്ധവും ഒരു സമൂഹത്തിനും ഒരു നന്മയും നൽകിയിട്ടില്ല. ഈ പെരുന്നാളിലും പലസ്തീൻ ജനതയുടെ രോദനമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഐക്യപ്പെടാനും സാധ്യമാകണമെന്നും പെരുന്നാൾ സന്ദേശത്തിൽ പാളയം ഇമാം VP സുഹൈബ് മൗലവി കൂട്ടിച്ചേർത്തു. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.